So next we are going to study about preclinical studies. അപ്പം നമ്മൾ ഇതിന് മുമ്പ് പഠിച്ചത് എന്തൊക്കെയായിരുന്നു? ഡ്രഗ് ഡിസ്കവറി ആൻഡ് ഡെവലപ്മെൻറ്റിനെ കുറിച്ചായിരുന്നു നമ്മൾ മുമ്പ് പഠിച്ചിരുന്നത്. അതായത് അബൌട്ട് ലീഡ് ഐഡൻറ്റിഫിക്കേഷൻ, ലീഡ് ഒപ്റ്റിമൈസേഷൻ, ഫാർമക്കോ ഐഡൻറ്റിഫിക്കേഷൻ, സ്ട്രക്ചർ ആക്ടിവിറ്റി റിലേഷൻഷിപ്പിനെ കുറിച്ച് പഠിച്ചു. ഓക്കെ, അപ്പോൾ ഇനി അടുത്തത് നമ്മൾ പഠിക്കാൻ പോകുന്നതെന്ന് വെച്ചാൽ പ്രീ ക്ലിനിക്കൽ ഇവാലുവേഷൻ ഫേസ് ആണ്. അപ്പോൾ അതായത് നമ്മൾ ആനിമൽ സ്റ്റഡിയിലോട്ട് പോവുകയാണ്. കാരണം ഇനി നമ്മൾ ലെഡ് ഐഡൻറ്റിഫൈ ചെയ്യുന്ന സ്റ്റെപ്സിനെ കുറിച്ച് പറഞ്ഞായിരുന്നു, സ്ട്രക്ചറൽ ആക്ടിവിറ്റി റിലേഷൻഷിപ്പിനെ കുറിച്ച് പറഞ്ഞായിരുന്നു, അല്ല അതെല്ലാം കഴിഞ്ഞതിനകത്ത് പറഞ്ഞു. ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത് പ്രീ ക്ലിനിക്കൽ സ്റ്റഡീസ് അല്ലെങ്കിൽ പ്രീ ക്ലിനിക്കൽ ഇവാലുവേഷൻ ഫേസ് ആണ്. അവിടെയാണ് നമ്മൾ ആനിമൽ സ്റ്റഡീസ് നടത്തുന്നത്. സോ ടെസ്റ്റിംഗ് ഓഫ് എ ലീഡ് കോമ്പൗണ്ട്സ് ഓൺ ആനിമൽസ് ടു ഡിറ്റർമൈൻ their pharmacological profile is known as പ്രീ ക്ലിനിക്കൽ സ്റ്റഡി. അപ്പം നമുക്ക് ഒരു ലീഡ് കോമ്പൗണ്ടിൻ്റെ ഫാർമക്കോളജിക്കൽ പ്രൊഫൈൽ അറിയാൻ വേണ്ടിയിട്ട് അത് ആനിമൽസിൽ സ്റ്റഡി ചെയ്യുന്നതിനെയാണ് എന്തെന്ന് പറയുന്നത്, പ്രീ ക്ലിനിക്കൽ സ്റ്റഡി എന്ന് പറയുന്നത്. ഇൻ ദിസ് സ്റ്റെപ്പ് തൗസൻഡ്സ് ഓഫ് ലീഡ് കോമ്പൗണ്ട്സ് ഗെറ്റ് എലിമിനേറ്റഡ്. അപ്പം നമ്മൾ കുറച്ച് ലീഡ് കോമ്പൗണ്ട്സിനെ ഐഡൻറ്റിഫൈ ചെയ്ത് വെച്ചിട്ടുണ്ട്. ആ കോമ്പൗണ്ട്സ് ആണ് നമ്മൾ ആനിമൽസിൽ ഇപ്പോൾ ട്രൈ ചെയ്യാൻ പോകുന്നത്. ഇതിൻ്റെ ഫാർമക്കോളജിക്കൽ ആക്ഷൻ എന്തായിരിക്കും, അതിൻ്റെ ടോക്സിക്കോളജി എന്തായിരിക്കും, അത് എത്രത്തോളം നമുക്ക് എഫക്റ്റ് തരുന്നുണ്ട്, അല്ലെങ്കിൽ എത്രത്തോളം അതിന് അഡ്വേഴ്സ് എഫക്ട്സ് ഉണ്ട് എന്നൊക്കെയുള്ള കാര്യങ്ങളെല്ലാം നമ്മൾ ഇനി ഒരു സ്റ്റേജിലായിരിക്കും പഠിക്കാൻ പോകുന്നത്. സോ പ്രീക്ലിനിക്കൽ ആർ എസെൻഷ്യൽ പ്രയർ ടു ടെസ്റ്റിംഗ് ദ ഡ്രഗ്സ് ഓൺ ഹ്യൂമൻ ബീയിങ്സ്. അപ്പോൾ ഹ്യൂമൻ ബീയിങ്സിൽ പോകുന്നതിന് മുമ്പ് എപ്പോഴും നമ്മൾ ആനിമൽ സ്റ്റഡീസ് നടത്തിയിട്ടായിരിക്കും എങ്ങോട്ട് പോകുന്നത്, ഹ്യൂമൻ ബീയിങ്സിൻ്റെ സ്റ്റഡിയിലോട്ട് പോകുന്നത്. ദ മേജർ ആസ്പെക്ട്സ് ഓഫ് പ്രീ ക്ലിനിക്കൽ സ്റ്റഡീസ് ആർ. അപ്പോൾ എന്തിനു വേണ്ടിയിട്ടാണ് നമ്മൾ പ്രീ ക്ലിനിക്കൽ സ്റ്റഡീസ് നടത്തുന്നത്? ഫസ്റ്റ് വൺ ഈസ് ദ ടോക്സിക്കോളജിക്കൽ സ്റ്റഡീസ്, സെക്കൻഡ് വൺ ഈസ് ഇവാലുവേഷൻ ഓഫ് തെറാപ്യൂട്ടിക് ഇൻഡെക്സ് ഓർ തെറാപ്യൂട്ടിക് വിൻഡോ, ആൻഡ് തേർഡ് വൺ ഈസ് ഫാർമക്കോ കൈനറ്റിക് സ്റ്റഡീസ്. അപ്പോൾ ഈ മൂന്ന് കാര്യങ്ങൾ അറിയാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, പ്രീ ക്ലിനിക്കൽ സ്റ്റഡീസ് നടത്തുന്നത്. അപ്പോൾ ഇനി നമുക്ക് ഓരോന്നും നോക്കാം. എന്താണ് ടോക്സിക്കോളജിക്കൽ സ്റ്റഡീസ്, അബൌട്ട് തെറാപ്യൂട്ടിക് ഇൻഡെക്സ് ആൻഡ് ഫാർമക്കോ കൈനറ്റിക് സ്റ്റഡീസ്. സോ ഫസ്റ്റ് വൺ ഈസ് ടോക്സിക്കോളജിക്കൽ സ്റ്റഡീസ്. സോ നമ്മൾ ആൾറെഡി ഈ ടോക്സിക്കോളജിക്കൽ സ്റ്റഡീസിൻ്റെ കാര്യം എന്നല്ല, നമ്മൾ ഈ ഏത് ആനിമൽസിലാണ് യൂസ് ചെയ്യുന്നതിൻ്റെ കാര്യം ഞാൻ ജസ്റ്റ് ആ ട്രയൽസിൻ്റെ മുമ്പായിട്ട് ഒന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പ്രീ ക്ലിനിക്കൽ ട്രയൽസിൻ്റെ കാര്യം ഞാൻ ആ ഒരു ചാർട്ട് ഇട്ടപ്പം പറഞ്ഞിട്ടുണ്ടായിരുന്നു. നമ്മൾ ആദ്യമേ ആനിമൽസിൽ റോഡൻസിൽ ട്രൈ ചെയ്യും, പിന്നെ നോൺ റോഡൻസിൽ 2 ഡിഫറെൻറ്റ് റൂട്ട്സിൽ നമ്മൾ ട്രൈ ചെയ്യും എന്നൊക്കെ ഉള്ളത്. സോ അവിടെ അത് തന്നെയാണ് ഇവിടെയും പറയുന്നത്. ആനിമൽ യൂസ്ഡ് ഫോർ പ്രീ ക്ലിനിക്കൽ ഇവാലുവേഷൻ ആർ മൈസ്, റാറ്റ്, ഗുനിയ പിഗ്സ്, ഡോഗ്സ് ആൻഡ് മങ്കീസ്. അപ്പം ഈ മൈസ്, റാറ്റ്സ് എല്ലാം റോഡൻ ഫാമിലിയിലും, ഗുനിയ പിഗ്സ്, ഡോഗ്സ് ആൻഡ് മങ്കീസ് അതെല്ലാം ഏത് ഫാമിലി, നോൺ റോഡൻ ഫാമിലീസ്, അതായത് മാമൽസിലാണ് അത് പരീക്ഷിക്കുന്നത്. സോ എന്തൊക്കെ സ്റ്റഡീസ് ആണ് നമ്മൾ ഈ ആനിമൽസിൽ നടത്തുന്നത്? ഫസ്റ്റ് ടോക്സിക്കോളജിക്കൽ സ്റ്റഡീസിനകത്തുള്ള പരീക്ഷണങ്ങളാണ് ഈ പറയുന്നത്. സോ എന്തൊക്കെ സ്റ്റഡീസാണെന്ന് നോക്കിയാൽ, അക്യൂട്ട് ടോക്സിസിറ്റി സ്റ്റഡീസ്, സബ് അക്യൂട്ട് ടോക്സിസിറ്റി സ്റ്റഡീസ്, ക്രോണിക് ടോക്സിസിറ്റി സ്റ്റഡീസ് ആൻഡ് സ്പെഷ്യൽ ടോക്സിസിറ്റി സ്റ്റഡീസ്. അപ്പോൾ ഈ ടോക്സിസിറ്റി സ്റ്റഡീസാണ് നമ്മൾ ടോക്സിക്കോളജിക്കൽ സ്റ്റഡീസിനകത്ത് നടത്തുന്നത്. അപ്പോൾ എന്താണ് അക്യൂട്ട് ടോക്സിസിറ്റി സ്റ്റഡീസ് എന്ന് നോക്കാം. സോ ഈ അക്യൂട്ട് ടോക്സിസിറ്റി സ്റ്റഡീസ്, ഈ സ്റ്റഡീസിനകത്ത് മെയിനായിട്ട് നോക്കുന്നതെന്ന് വെച്ചാൽ മിനിമം ലീതൽ ഡോസും മാക്സിമം ടോളറേറ്റഡ് ഡോസുമാണ്. ഓക്കെ, എന്തൊക്കെയാണ് നോക്കുന്നത്? അക്യൂട്ട് ടോക്സിസിറ്റി സ്റ്റഡീസിനകത്ത് മിനിമം ലീതൽ ഡോസ്. എന്താണ് മിനിമം ലീതൽ ഡോസ്? ദ ഡോസ് റിക്വയർഡ് ടു കിൽ 50% ഓഫ് ദ ചോസൺ ആനിമൽ പോപ്പുലേഷൻ. അതിനെയാണ് എന്തെന്ന് പറയുന്നത്, മിനിമം ലീതൽ ഡോസ് എന്ന് പറയുന്നത്. അപ്പം നമ്മൾ അക്യൂട്ട് ടോക്സിസിറ്റി സ്റ്റഡീസിനകത്ത് ഈ മിനിമം ലീതൽ ഡോസും നോക്കും, അതുപോലെ തന്നെ നമ്മളെന്താ നോക്കുന്നത്, മാക്സിമം ടോളറേറ്റഡ് ഡോസും നോക്കും. എത്രത്തോളം ടോളറേറ്റ് ആകുന്നുണ്ട്, എത്ര വരെ ആ ആനിമൽ ടോളറേറ്റ് ആവാൻ പറ്റും, ആ ആനിമലിന് ഇങ്ങനെ ഡോസ് കൊടുക്കുമ്പോൾ എത്രത്തോളം അത് ജീവനോടിരിക്കുന്നു എന്നിങ്ങനെ നോക്കിക്കൊണ്ടിരിക്കും. അതുപോലെ തന്നെ ഏതൊരു ഡോസിലെത്തുമ്പോഴാണ് ഈ ആനിമൽ ഡെഡ് ആകുന്നത്, അല്ലെങ്കിൽ അതിനെ നമുക്ക് കൊല്ലാൻ കഴിയുന്നത് ഏത് ഡോസ് കൊടുക്കുമ്പോഴാണ് എന്നും ഉള്ള സ്റ്റഡി നടത്തുന്നത് ആണ് എന്ത്, അക്യൂട്ട് ടോക്സിസിറ്റി സ്റ്റഡി എന്ന് പറയുന്നത്. സോ എന്താണ് പ്രൊസീജിയർ നോക്കാം. The drug is administered to 2 rodent species like mice and rats of both sexes in graded doses. The route of administration for one of the species should be the route of administration proposed for humans. അപ്പോൾ ഈ രണ്ട്
റോഡൻ സ്പീഷീസിലുള്ള ആനിമൽസിനെ ആയിരിക്കും എടുക്കുക. മോസ്റ്റ്ലി മൈസിനെ എടുക്കും. രണ്ടും ഒരേ സെക്സ് ആയിരിക്കും. അതുപോലെ തന്നെ ഗ്രേഡഡ് ഡോസസിലായിരിക്കും കൊടുക്കുക. ദ റൂട്ട് ഓഫ് അഡ്മിനിസ്ട്രേഷൻ ഫോർ വൺ സ്പീഷീസ് ഷുഡ് ബി റൂട്ട് പ്രപ്പോസ് ഫോർ ദ ഹ്യൂമൻസ്. അപ്പോൾ ഹ്യൂമൻസിന് കൊടുക്കുന്ന അതേ റൂട്ടിൽ വേണം ഈ ആനിമൽസിനും മരുന്ന് കൊടുക്കാൻ. ഫോർ അതർ സ്പീഷീസ് ദ റൂട്ട് ഷുഡ് ബി സച്ച് ദാറ്റ് സിസ്റ്റമിക് ഡ്രഗ് അബ്സോർപ്ഷൻ ഒക്കർ. അപ്പം ഒരു സ്പീഷീസിന് ഒരു റോഡൻ സ്പീഷീസിന് ഏത് റൂട്ടിൽ വേണം കൊടുക്കാൻ? സച്ച് സിസ്റ്റമിക്, അതായത് പേരൻ്റൽ റൂട്ടിൽ വേണം സിസ്റ്റമിക് ഡ്രഗ് അബ്സോർപ്ഷൻ ഒക്കർ. ആ ഒരു റൂട്ടിൽ വേണം എന്തായാലും കൊടുത്തിരിക്കാൻ. ഓക്കെ, അപ്പോൾ ഇതാണ് അതിൻ്റെ പ്രൊസീജിയർ. ഒബ്സർവേഷൻ എങ്ങനെയായിരിക്കും? ദ ആനിമൽസ് ആർ ഒബ്സർവ് ഫോർ മോർട്ടാലിറ്റി ഫോർ അപ് ടു 14 days. അപ്പം 14 ദിവസം വരെ ഈ ആനിമൽസിനെ ഒബ്സർവ് ചെയ്യും. ഇഫ് ദ റൂട്ട് ഈസ് പേരൻട്രൽ ദെൻ ദ ആനിമൽ ആർ കെപ്റ്റ് അണ്ടർ ഒബ്സർവേഷൻ ഫോർ 72 hours. പേരൻട്രൽ റൂട്ടിൽ, അതായത് IV റൂട്ടിൽ കൊടുക്കുകയാണെങ്കിൽ ആനിമൽസിനെ 72 hours ഒബ്സർവേഷനിൽ വെച്ചിരിക്കും. ഫർദർ ഒബ്സർവേഷൻ ആർ ക്യാരിഡ് ഔട്ട് ഓൺ ദ എഫക്റ്റ് ഓഫ് ഡ്രഗ് ഓൺ ഫിസിയോളജിക്കൽ ഫംഗ്ഷൻ ആൻഡ് ബോഡി വെയ്റ്റ്, ടാർഗറ്റ് ഓർഗൻ ടോക്സിസിറ്റി ആർ ആൾസോ സ്റ്റഡീസ്. അപ്പോൾ ഈ 72 മണിക്കൂർ ഒബ്സർവേഷന് ശേഷം ആ ഒബ്സർവേഷൻ ടൈമിൽ തന്നെ ഫർദർ ഒബ്സർവേഷനെ ക്യാരിഡ് ഔട്ട് ഓൺ ദ എഫക്റ്റ് ഓൺ ഫിസിയോളജിക്കൽ, ആ ആനിമലിൻ്റെ ഫിസിയോളജിക്കൽ ഈ ഡ്രഗ് കൊടുത്തതിന് ശേഷമുള്ള ഫിസിയോളജിക്കൽ ഫങ്ഷൻ, അതിൻ്റെ ബോഡി വെയ്റ്റ്, ടാർഗറ്റ് ഓർഗാനിനകത്തുള്ള ടോക്സിസിറ്റി, ഈ കാര്യങ്ങളെല്ലാം ആയിരിക്കും നമ്മൾ നോക്കുക. ഓക്കെ, അപ്പോൾ ഇത്രയാണ് അക്യൂട്ട് ടോക്സിസിറ്റി സ്റ്റഡീസിനകത്ത് പറയുന്നത്. സോ അടുത്തതെന്ന് പറഞ്ഞാൽ സബ് അക്യൂട്ട് ടോക്സിസിറ്റി സ്റ്റഡീസാണ്. നമ്മൾ ആദ്യമേ പഠിച്ച ടോക്സിസിറ്റി അക്യൂട്ട് ടോക്സിസിറ്റി സ്റ്റഡീസിനകത്താണെങ്കിൽ നമ്മൾ മിനിമം ടോളറേറ്റഡ് ഡോസ്, മിനിമം ലീതൽ ഡോസിൻ്റെ കാര്യവും മാക്സിമം ടോളറേറ്റഡ് ഡോസിൻ്റെ കാര്യവും പഠിക്കുവാണെങ്കിൽ ഇവിടെ നിന്ന് പറയുന്നത് ഒരു ടാർഗറ്റ് ചെയ്ത ഒരു ഓർഗാനകത്ത് എത്രത്തോളം ടോക്സിക് എഫക്ട്സ് ഉണ്ടായി എന്നാണ് സബ് അക്യൂട്ട് ടോക്സിസിറ്റി സ്റ്റഡിയിൽ പഠിക്കുന്നത്. എന്താണ്? ടു ഐഡൻറ്റിഫൈ ദ ടാർഗറ്റ് ഓർഗൻ ഓൺ വിച്ച് ടോക്സിക് എഫക്ട്സ് ആർ മോർ പ്രൊനൗൺസ്ഡ്. ഏത് ഓർഗാനിലാണ് ഏറ്റവും കൂടുതൽ ടോക്സിക് എഫക്റ്റ് ഉണ്ടാകുന്നത്, ഏത് ടാർഗറ്റ് ഓർഗാനിലാണ് ഏറ്റവും കൂടുതൽ ടോക്സിക് എഫക്റ്റ് ഉണ്ടാകുന്നത് ഈ ഡ്രഗ് കൊടുത്താൽ, അതാണ് നമ്മൾ ഈ ഒരു സബ് അക്യൂട്ട് ടോക്സിസിറ്റി സ്റ്റഡീസിൽ പഠിക്കുന്നത്. പ്രൊസീജിയർ എന്താണ്? ആ പ്രൊസീജിയർ നോക്കിക്കേ. ദിസ് എക്സ്പെരിമെൻറ്റ് ഈസ് ഡൺ ഓൺ 2 സ്പീഷീസ്. 2 സ്പീഷീസിലാണ്, മറ്റേത് ഒരേ സ്പീഷീസിലുള്ള റോഡൻ സ്പീഷീസിൽ തന്നെയുള്ള 2 ആനിമൽസിനെ ആയിരിക്കും എടുക്കുന്നത്. ഓക്കെ, അക്യൂട്ട് ടോക്സിസിറ്റി സ്റ്റഡീസ്. സബ് അക്യൂട്ട് ടോക്സിസിറ്റി സ്റ്റഡീസിനകത്ത് 2 സ്പീഷീസിലുള്ളതാണ്. ഒന്ന് റോഡൻ സ്പീഷീസും ഒന്ന് നോൺ റോഡൻ സ്പീഷീസുമാണ്. എ കൺട്രോൾ ഗ്രൂപ്പ് ഷുഡ് ബി മെയിൻറ്റെയിൻഡ് ഫോർ കമ്പയറിംഗ് ദ റിസൾട്ട്. ഒരു സ്റ്റാൻഡേർഡ് ഗ്രൂപ്പിനെ എപ്പോഴും മെയിൻറ്റെയിൻ ചെയ്യും. അതിനുമായിട്ടായിരിക്കും എപ്പോഴും നമ്മൾ ഡ്രഗ് കൊടുത്തതിനെ കമ്പയർ ചെയ്യുന്നത്. 3 doses ആർ സെലക്റ്റഡ്. അപ്പം 3 ഡോസ് മരുന്നായിരിക്കും നമ്മൾ സെലക്ട് ചെയ്യുന്നത്. ഒന്നെന്ന് പറയുന്നത് ഹയസ്റ്റ് ഡോസ് ഈസ് ഓൺ ഹാവിങ് മാക്സിമം ഒബ്സർവബിൾ ടോക്സിസിറ്റി. അപ്പോൾ ഒന്ന് ഹൈ ഡോസ് ആയിരിക്കും, അത് കൊടുത്താൽ തീർച്ചയായിട്ടും ടോക്സിക് എഫക്റ്റ് ആയിരിക്കും ഉണ്ടാകുന്നത്. മൈൽഡ് ഡോസ് ഈസ് ദ വൺ വിച്ച് ഷോസ് toxic symptoms but does not result in death, while the least dose is free of toxicity and might serve as a therapeutic dose. അപ്പോൾ നമ്മൾ 3 ഡോസ് സെലക്ട് ചെയ്യും. ഒന്ന് തീർച്ചയായിട്ടും ടോക്സിക് എഫക്റ്റ് ഉള്ള ഒരു ഡോസ് ആയിരിക്കും. രണ്ടാമത്തേന്ന് പറയുന്നത് ടോക്സിക് സിംറ്റംസ് ഒക്കെ ഉണ്ടാവും, പക്ഷേ ഡെത്ത് ഒന്നും ഉണ്ടാവില്ല. തേർഡെന്ന് പറയുന്നത് സിവിയർ ആയിട്ട് നമുക്ക് ഫ്രീ ഓഫ് ടോക്സിസിറ്റി ആയിരിക്കും, ബട്ട് സെർവ് ആസ് തെറാപ്യൂട്ടിക് ഡോസ്. നമ്മൾ ഉദ്ദേശിക്കുന്ന എഫക്റ്റ് തരുന്ന ഒരു ഡോസുമായിരിക്കാം എന്ത് തേർഡ് ഡോസ് എന്ന് പറയുന്നത്. ആനിമൽസ് ആർ മെയിൻറ്റെയിൻഡ് അറ്റ് ദ മാക്സിമം ടോളറേറ്റഡ് ഡോസസ് ഫോർ അബൌട്ട് 4 weeks, മാക്സിമം 3 months അണ്ടിൽ ദ പാത്തോളജിക്കൽ ചേഞ്ചസ് ഒക്കർ. അപ്പോൾ ഇങ്ങനെ മരുന്ന് കൊടുത്ത് ഏകദേശം ഒരു 4 week, ഏകദേശം 3 മാസം ഇതിനെ ഇങ്ങനെ മെയിൻറ്റെയിൻ ചെയ്യും. സോ ഒബ്സർവേഷൻ എന്താണെന്ന് വെച്ചാൽ ആനിമൽസ് ആർ ഒബ്സർവ്ഡ് ഫോർ ചേഞ്ചസ് ഇൻ വെയ്റ്റ്, ബയോകെമിക്കൽ ആസ്പെക്ട്, ഹിമാറ്റോളജി, ഫുഡ് ആൻഡ് വാട്ടർ ഇൻടേക്ക്, ബിഹേവിയറൽ ആൻഡ് ഫിസിയോളജിക്കൽ ഒബ്സർവേഷൻ. അപ്പോൾ ആ ആനിമൽസിൻ്റെ വെയിറ്റ് നോക്കാറുണ്ട്, ദിവസവും വന്ന് വെയിറ്റ് നോക്കും അവർ. പിന്നെ ബയോകെമിക്കൽ ആസ്പെക്ട്സ് നോക്കും, അതുപോലെ തന്നെ ഹീമാറ്റോളജി നോക്കും, ബ്ലഡ് എടുത്ത് ടെസ്റ്റ് ചെയ്യും, വാട്ടർ, ഫുഡ് അതിൻ്റെയൊക്കെ ഇൻടേക്ക് ഉണ്ടോ, ഔട്ട്പുട്ട് ഉണ്ടോ, ബിഹേവിയറൽ ആൻഡ് ഫിസിയോളജിക്കൽ ഒബ്സർവേഷൻ, അതിൻ്റെ ബിഹേവിയറൽ എങ്ങനെയാണ്, ആക്റ്റീവ് ആണോ അല്ലെങ്കിൽ അതിങ്ങനെ ഡിപ്രസ്ഡ് ആയിട്ട് എവിടെയെങ്കിലും ഇങ്ങനെ അനങ്ങാതിരിക്കുകയാണോ, എന്തെങ്കിലും മൂവ്മെൻറ്റ്സ് ഉണ്ടോ എന്നൊക്കെ ചെക്ക് ചെയ്യാറുണ്ട്. മൈക്രോസ്കോപ്പിക് ഒബ്സർവേഷൻ ഓഫ് ദ ഓർഗാൻ അറ്റ് ദ സൈറ്റ് ഓഫ് ഇഞ്ചക്ഷൻ ആർ സ്റ്റഡീഡ് ആഫ്റ്റർ ദ പാത്തോളജിക്കൽ ചേഞ്ചസ്. ആനിമൽസ് ആർ സാക്രിഫൈസ്ഡ് ആൻഡ് ഒബ്സർവ് ഫോർ ഹിസ്റ്റോപാത്തോളജിക്കൽ ചേഞ്ചസ്. അപ്പോൾ ഈ ഒരു വീക്ക് അവർ ഉദ്ദേശിക്കുന്ന ആ ഒരു 3 months കഴിഞ്ഞാൽ എന്ത് ചെയ്യും, ആനിമൽസിനെ സാക്രിഫൈസ് ചെയ്യും. സാക്രിഫൈസ് കൊല്ലുക. കൊന്നതിന് ശേഷം അതിൻ്റെ ഓരോ ടിഷ്യൂസും അതിൻ്റെ
ഹിസ്റ്റോപാത്തോളജിക്കൽ ചേഞ്ചസും എല്ലാം അവർ വീണ്ടും അതൊന്ന് ചെക്ക് ചെയ്യും. ഓക്കെ, എന്തൊക്കെയാണ് എഫക്റ്റ് അല്ലെങ്കിൽ എത്രത്തോളം ഓരോ ഓർഗനെ അത് ഡാമേജ് ആക്കി എന്നുള്ള സ്റ്റഡീസ് എല്ലാം ആ ഒരു ഒബ്സർവേഷനിൽ മനസ്സിലാക്കാൻ സാധിക്കും. സോ ഇത്രയാണ് സബ് അക്യൂട്ട് ടോക്സിസിറ്റി സ്റ്റഡിക്കകത്ത് ഉള്ളത്. സോ നെക്സ്റ്റ് വൺ, തേർഡ് വൺ ഈസ് എ ക്രോണിക് ടോക്സിസിറ്റി. അപ്പോൾ നമ്മൾ അക്യൂട്ട് ടോക്സിസിറ്റി പഠിച്ചു, സബ് അക്യൂട്ട് പഠിച്ചു. നെക്സ്റ്റ് വൺ ഈസ് ക്രോണിക് ടോക്സിസിറ്റി. അപ്പോൾ ഈ സബ് അക്യൂട്ടിൻ്റെ കണക്ക് എന്നുള്ളതാണ് ക്രോണിക് ടോക്സിസിറ്റി സ്റ്റഡീസ് എന്ന് പറയുന്നത്. ഇവിടെയും ഏത് ഓർഗാനിലാണ്, ഏത് ടാർഗറ്റ് ഓർഗാനിലാണ് ഈ ടോക്സിക് എഫക്റ്റ് ഉണ്ടാവുന്നതെന്നാണ് പഠിക്കുന്നത്. ഇവിടെ ഒരു വ്യത്യാസമേ ഉള്ളൂ, ഇതൊരു പ്രൊലോങ്ഡ് പീരീഡിൽ, അതായത് കുറേ നാൾ ഈ മരുന്ന് കൊടുക്കും. മറ്റേതൊക്കെ നമ്മളൊരു 3 months ഒക്കെ ആയിരുന്നു ആ മരുന്ന് കൊടുക്കുന്നത്. ഇവിടെ എന്ന് വെച്ചാൽ 1 to 2 years വരെ നമ്മൾ ആ മരുന്ന് കൊടുക്കും. കാരണം ലൈഫ് ലോങ് കഴിക്കാനുള്ള മരുന്നുകളായിരിക്കും ഈ ഒരു ക്രോണിക് ടോക്സിസിറ്റി സ്റ്റഡീസിൽ യൂസ് ചെയ്യുന്നത്. കാരണം ചില മനുഷ്യർക്ക് ചില മരുന്നുകൾ ലൈഫ് ലോങ് കഴിക്കണം അല്ലേ, എക്സ്പെഷ്യലി BP-യുടെ മരുന്ന്, ഹേർട്ട് പേഷ്യൻസിനൊക്കെയുള്ള മരുന്നുകളെന്ന് വെച്ചാൽ അപ് ടു ദെയർ ഡെത്ത് they should take that medicine അല്ലേ. അപ്പോൾ അങ്ങനെയുള്ള മെഡിസിൻസിനുള്ള സ്റ്റഡീസാണ് എന്ത് ക്രോണിക് ടോക്സിസിറ്റി സ്റ്റഡീസ് എന്ന് പറയുന്നത്. സോ ദിസ് ടെസ്റ്റ് ഈസ് കണ്ടക്റ്റഡ് ടു ഐഡൻറ്റിഫൈ ദ ഓർഗൻ വിച്ച് ആർ പ്രോൺ ടു ടോക്സിക് എഫക്റ്റ്. ഇറ്റ് ഈസ് മെയിൻലി ഡൺ ഫോർ ഡ്രഗ്സ് ദാറ്റ് ആർ ടു ബി യൂസ്ഡ് ഫോർ പ്രൊലോങ്ഡ് പീരിയഡ് ഓഫ് ടൈം ഇൻ ഹ്യൂമൻസ്. So what is the procedure? The procedure is similar to subacute toxicity method. The only difference is that the dose are continued for up to 1 to 2 years. അപ്പോൾ ഇവിടെ ഡോസ് എന്ന് പറയുന്നത് 1 to 2 years വരെ കണ്ടിന്യൂ ചെയ്യും. മറ്റേത് സബക്യൂട്ടിനകത്തായിരുന്നെങ്കിൽ നമ്മൾ 3 months കൊടുക്കുന്നുള്ളായിരുന്നു മരുന്ന്. ഒബ്സർവേഷൻ എന്ന് പറഞ്ഞത് ഇവിടെ സെയിം ബയോകെമിക്കൽ, ഹെമാറ്റോളജിക്കൽ, മൈക്രോസ്കോപ്പിക് എക്സാമിനേഷൻസ് ആർ ഡൺ. ദ ആനിമൽസ് ആർ സാക്രിഫൈസ്ഡ് ആൻഡ് ഒബ്സർവ്ഡ് ഫോർ ഹിസ്റ്റോപാത്തോളജിക്കൽ സ്റ്റഡീസ്. ക്രോണിക് സ്റ്റഡീസ് ആർ യൂഷ്വലി ഡൺ അലോങ് വിത്ത് ദ ക്ലിനിക്കൽ ട്രയൽസ്. അപ്പം ക്ലിനിക്കൽ ട്രയൽസ് നടത്തുമ്പോഴും ചെറുതായിട്ട് ക്രോണിക് ടോക്സിസിറ്റി സ്റ്റഡീസ് നടത്താറുണ്ട്. ഓക്കെ, ക്ലിനിക്കൽ ട്രയൽസിനകത്താണ് ഹ്യൂമൻസിൻ്റെ സ്റ്റഡി നടത്തുന്നത്. അതായത് phase 1, phase 2, phase 3 അല്ല, ക്ലിനിക്കൽ ട്രയൽസിനകത്ത് വരുന്നതാണ്. അപ്പം ആ ഒരു സ്റ്റഡി നടത്തുന്ന സമയത്തും ക്രോണിക് ടോക്സിസിറ്റി സ്റ്റഡീസ് സൈഡായിട്ട് നടത്താറുണ്ട്. സോ നെക്സ്റ്റ് സ്റ്റഡീസ് ഈസ് സ്പെഷ്യൽ ടോക്സിസിറ്റി സ്റ്റഡീസ്. ഈ സ്റ്റഡീസ് ടോക്സിക് എഫക്ട്സ് ഓൺ റീപ്രൊഡക്ഷൻ, കാർസിനോജെനിസിറ്റി, മ്യൂട്ടാജെനിസിറ്റി ആൻഡ് ടെറാറ്റോജെനിസിറ്റി. അപ്പോൾ സ്പെഷ്യൽ ടോക്സിസിറ്റി സ്റ്റഡീസ് എപ്പോഴും ആ ആനിമൽസിൻ്റെ ഈ നമ്മൾ ലീഡ് കോമ്പൗണ്ട് അല്ലെങ്കിൽ നമ്മൾ ലീഡ് കോമ്പൗണ്ട് ഡ്രഗായിട്ട് ഡെവലപ്പ് ചെയ്തിരിക്കുന്ന ആ കോമ്പൗണ്ട് എങ്ങനെ ഒരു ആനിമൽസ് അതിൻ്റെ റീപ്രൊഡക്ഷനെ ബാധിക്കും, വെദർ ഇറ്റ് ഈസ് കാർസിനോജെനിസിറ്റി, ഇറ്റ് കാൻ കോസ് ക്യാൻസർ, മ്യൂട്ടാജെനിസിറ്റി, ഏതെങ്കിലും മ്യൂട്ടേഷൻ ഉണ്ടാക്കുന്നുണ്ടോ, ജനറ്റിക് മ്യൂട്ടേഷൻ ഉണ്ടാക്കുന്നുണ്ടോ എന്ന് നോക്കും. അതുപോലെ തന്നെ ടെറാറ്റോജെനിസിറ്റി ഉണ്ടാക്കാൻ ചാൻസ് ഉണ്ടോ, എന്തെങ്കിലും മാൽഫോർമേഷനോ അല്ലെങ്കിൽ എന്തെങ്കിലും ഡെത്തിന് കാരണമാകുമോ എന്നും ഈ സ്പെഷ്യൽ ടോക്സിസിറ്റി സ്റ്റഡീസിനകത്ത് നോക്കാറുണ്ട്. സോ എന്തൊക്കെയാണെന്ന് നോക്കാം. ടോക്സിക് എഫക്ട്സ് ഓൺ റീപ്രൊഡക്ഷൻ. ദീസ് സ്റ്റഡീസ് ആർ പെർഫോംഡ് on rodents like rats. The drug is administered before and after mating and its effect on mating behavior, fertility, parturition and lactation are observed. അപ്പം ഈ മരുന്നിന് കൊടുത്തതിന് ശേഷം മരുന്ന് കൊടുക്കുന്നതിന് മുന്നും അതിൻ്റെ ആ റോഡൻറ്റിൻ്റെ മേറ്റിംഗ് ബിഹേവിയർ എങ്ങനെയാണെന്ന് നോക്കും. അതുപോലെ തന്നെ അതിൻ്റെ ഫെർട്ടിലിറ്റി എങ്ങനെയാണെന്ന് നോക്കും. അതിൻ്റെ പാർച്ചുറേഷൻ എങ്ങനെയായിരുന്നു, ലാക്ടേഷൻ, ആ കാര്യങ്ങളെല്ലാം ഒബ്സർവ് ചെയ്യും. സോ ഇത്രയാണ് റീപ്രൊഡക്ഷൻ്റെ കാര്യത്തിൽ നോക്കുന്നത്. അതുപോലെ തന്നെ കാർസിനോജെനിസിറ്റി. ബിക്കോസ് ഓഫ് മ്യൂട്ടേഷൻ ദി ഡ്രഗ്സ് മേ ഇൻഡ്യൂസ് മാലിഗ്നൻറ്റ് ആൻഡ് ബെനൈൻ ട്യൂമർ. ദീസ് സ്റ്റഡീസ് ആർ ഡൺ ഫോർ ദോസ് ഡ്രഗ്സ് ദാറ്റ് ആർ അഡ്മിനിസ്ട്രേറ്റഡ് ഫ്രീക്വൻ്റ്ലി ആൻഡ് ആർ ടു ബി യൂസ്ഡ് മോർ ദാൻ 6 months. It is performed on 2 species and those drugs should be given for 2 years. Various hematological and microscopic observation are then studied. അപ്പോൾ ഇവിടെ എന്ന് വെച്ചാൽ ഈ ഡ്രഗ് എന്തെങ്കിലും ബിനൈൻ ട്യൂമേഴ്സിനോ എന്തെങ്കിലും മാലിഗ്നൻറ്റ് ട്യൂമറിനോ കാരണമാകുമോ എന്നാണ് നോക്കുന്നത്. കാരണം ഏതെങ്കിലും ഡ്രഗ് 6 months മോർ ദാൻ 6 months എടുക്കുന്നുണ്ടെങ്കിലാണ് ഈ ഒരു സ്റ്റഡിക്ക് പോകുന്നത്. അടുത്തതെന്ന് പറഞ്ഞാൽ മ്യൂട്ടാജെനിസിറ്റി ആണ്. സോ in mutagenicity, genes and chromosomes are considered as a major source of genetic and hereditary information. Any abnormalities in these source induced by drugs cause permanent changes in hereditary information and is known as mutation. Hereditary defects are known to occur in first generation of children provided with the
mutation have affected on the reproductive cells. These studies are usually performed on bacteria by AMES test. In histidine deficient medium, salmonella typhi cannot survive, but അതിൻ്റെ ആവശ്യമില്ല. ജസ്റ്റ് മ്യൂട്ടാജെനിസിറ്റി എന്താണെന്ന് മനസ്സിലാക്കിയേക്കുക. ജസ്റ്റ് ജീൻസിൻ്റെയും ക്രോമസോംസിൻ്റെ അബ്നോർമാലിറ്റി അല്ലെങ്കിൽ ഹെറിറ്ററി ചേഞ്ച് ഉണ്ടാകും ഡ്യൂ ടു ദീസ് ഡ്രഗ്. ഈ നമ്മൾ കൊടുക്കുന്ന ഡ്രഗ് കാരണം എന്തെങ്കിലും പെർമനൻ്റ് ആയിട്ടുള്ള ഹെറിഡിറ്ററി ചേഞ്ച് വരുന്നുണ്ടോ എന്ന് നോക്കുകയാണ് ഈ മ്യൂട്ടാജെനിസിറ്റി സ്റ്റഡീസിനകത്ത് ചെയ്യാറുള്ളത്. അടുത്ത ടെറാറ്റോജെനിസിറ്റി. ദീസ് ടെസ്റ്റ് ആർ പെർഫോംഡ് on rats, rabbits, wherein the ability of a drug to induce fetal malformation or death is observed. എന്തെങ്കിലും ഫീറ്റൽ എന്ന് വെച്ചാൽ പ്രഗ്നൻ്റ് ആയിട്ടിരിക്കുന്ന ഏതെങ്കിലും ആനിമലിലായിരിക്കും പരീക്ഷിക്കുന്നത്. അപ്പം ആ മരുന്ന് ഫീറ്റസിനെ എന്തെങ്കിലും ബാധിക്കുന്നുണ്ടോ, അതിനെന്തെങ്കിലും മാൽഫോർമേഷൻ ഉണ്ടാകുന്നുണ്ടോ, അല്ലെങ്കിൽ അതിന് ഡെത്ത് ഉണ്ടാകുന്നുണ്ടോ. ദ ഡ്രഗ് ഈസ് അഡ്മിനിസ്ട്രേറ്റഡ് ആഫ്റ്റർ മീറ്റിംഗ്. എപ്പോഴും മീറ്റിങ്ങിന് ശേഷമായിരിക്കും ഈ ഡ്രഗ് നമ്മൾ അഡ്മിനിസ്ട്രേറ്റ് ചെയ്യുന്നത്. സോ വെൻ ദ ഫീറ്റൽ ഓർഗാൻസ് ആർ ഡെവലപ്പിംഗ് ദ ഫീറ്റസ് ഈസ് എക്സാംഡ് ഫോർ എനി അബ്നോർമാലിറ്റീസ്. അപ്പം ഈ മരുന്ന് കൊടുത്തതിന് ശേഷം ഈ അബ്നോർമാലിറ്റി സ്റ്റഡീസിൽ നോക്കാറുണ്ട്. അതായത് മേറ്റിങ്ങിന് ശേഷം ഈ മോസ്റ്റ്ലി ചിലപ്പം 2 റാറ്റ്സോ അല്ലെങ്കിൽ മൈസിനോ എടുത്തിട്ട് അതിനെ മേറ്റ് ചെയ്യാൻ വിട്ടതിന് ശേഷം ഈ മരുന്ന് നമുക്ക് ടെസ്റ്റ് ചെയ്യേണ്ട മരുന്ന് നമ്മൾ ആ ആനിമലിൽ മോസ്റ്റ്ലി ഫീമെയിൽ റാറ്റ്സിൽ അഡ്മിനിസ്ട്രേറ്റ് ചെയ്തിട്ട് അത് പ്രഗ്നൻ്റ് ആണോ എന്ന് ചെക്ക് ചെയ്യും. സോ പ്രഗ്നൻ്റ് ആണ്, നമുക്ക് ആ പ്രഗ്നൻസി മനസ്സിലാവും. അപ്പം അത് പ്രഗ്നൻ്റ് ആയി നമ്മൾ ആ ഡേയ്സ് കൗണ്ട് ചെയ്യും. ഓരോ ഇതിലും എത്ര വെച്ചായിരിക്കും ഇത് ഫീറ്റസ് ഗ്രോത്ത് ഉണ്ടാകുന്നതെന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അപ്പോൾ ഒരു സ്റ്റേജ് ആകുമ്പോഴത്തേക്ക് ചില സ്റ്റഡീസിലെന്ന് വെച്ചാൽ അതിനെ സാക്രിഫൈസ് ചെയ്തതിന് ശേഷം വയറ്റിൽ നിന്ന് തന്നെ കുട്ടികളെ എടുത്ത് അതിന് എന്തെങ്കിലും മാൽഫോർമേഷൻസ് ഉണ്ടോ എന്നൊക്കെ സ്റ്റഡി ചെയ്യാറുണ്ട്. ചില സ്റ്റഡീസിൽ ഈവൻ ഒരു ബാച്ച് റാറ്റ്സിനെ എന്ന് പറഞ്ഞാൽ അത് ഡെലിവറി ചെയ്തതിന് ശേഷമായിരിക്കും അതിനകത്തുള്ള നോക്കുക. അപ്പോൾ അങ്ങനെ 2-3 സ്റ്റേജസ് ഉണ്ട്. അപ്പം ഇറ്റ്സ് ഡിപ്പെൻഡ് അപ്പോൺ ദ സ്റ്റഡീസ്. ഓക്കെ, നെക്സ്റ്റ് സ്റ്റഡി ഈസ് ഇവാലുവേഷൻ ഓഫ് തെറാപ്യൂട്ടിക് ഇൻഡെക്സ് ഓർ തെറാപ്യൂട്ടിക് വിൻഡോ. അപ്പോൾ ആൾറെഡി നമ്മൾ ടോക്സിക്കോളജിക്കൽ സ്റ്റഡീസ് പഠിച്ചു. സെക്കൻഡ് വൺ ഈസ് ഇവാലുവേഷൻ ഓഫ് തെറാപ്യൂട്ടിക് ഇൻഡെക്സ് ഓർ തെറാപ്യൂട്ടിക് വിൻഡോ. ഇത് ആൾറെഡി നമ്മളൊന്ന് പറഞ്ഞായിരുന്നു, മറ്റേ ഡോസ് റെസ്പോൺസ് റിലേഷൻഷിപ്പിനകത്ത് ആ ഗ്രാഫൊക്കെ വരച്ചൊന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അത് കേൾക്കാത്തവരൊന്നും കൂടെ വീണ്ടും കേൾക്കുക. കേട്ടവരാണെങ്കിൽ ഓക്കെ, മറന്നു പോയിട്ടുണ്ടെങ്കിൽ ഒന്നും കൂടെ ചെന്നത് കേൾക്കുക. സോ ഇവിടെ എന്താണെന്ന് വെച്ചാൽ ദ ഡോസ് range of a drug needed to elicit the desired therapeutic effect in patient without causing any unwanted or unacceptable adverse effect is known as therapeutic window. അപ്പം നമ്മളിങ്ങനെ ഡോസ് കൊടുക്കുമ്പം ഏത് ഡോസ് വരാണോ ഒരു അഡ്വേഴ്സ് എഫക്ട്സോ സൈഡ് എഫക്ട്സോ ഉണ്ടാവാത്തത്. കാരണം നമ്മളിങ്ങനെ ഗ്രാഫ് വരയ്ക്കും, ഒരു ഡോസിലെത്തുമ്പോഴായിരിക്കും നമുക്ക് തെറാപ്യൂട്ടിക് എഫക്റ്റ് കിട്ടാൻ തുടങ്ങുന്നത്. ആ കിട്ടുന്ന ഡോസ് തൊട്ട് ഏത് ഡോസ് നമ്മളിങ്ങനെ ഡോസ് ഇൻക്രീസ് ചെയ്ത് ഒരു ഡോസ് എത്തുമ്പോഴത്തേക്കാണ് നമുക്ക് സൈഡ് എഫക്ട്സ് സ്റ്റാർട്ട് ചെയ്യാൻ തുടങ്ങുന്നത്. സോ ഈ സൈഡ് എഫക്ട്സ് സ്റ്റാർട്ട് ചെയ്യാൻ തുടങ്ങുന്നതിന് തൊട്ട് മുമ്പ്, അതായത് വിത്തൗട്ട് എനി സൈഡ് എഫക്റ്റ് വരെയുള്ള ഡോസ് വരാണ് മിനിമം ഡോസ് തൊട്ട് ഈ സൈഡ് എഫക്ട്സ് സ്റ്റാർട്ട് ചെയ്യുന്നതിന് തൊട്ട് മുമ്പുള്ള ഡോസ് വരാണ് തെറാപ്യൂട്ടിക് ഇൻഡെക്സ് അല്ലെങ്കിൽ തെറാപ്യൂട്ടിക് വിൻഡോ എന്ന് പറയുന്നത്. സോ ഇവിടെ ആടെ കുറച്ച് ഡ്രഗ്സും അതിൻ്റെ സെറം കോൺസെൻട്രേഷനും പറയുന്നുണ്ട്. സോ തെറാപ്യൂട്ടിക് വിൻഡോ ഡിജോക്സിൻ്റെ ആണെങ്കിലും ജെൻഡാമൈസിൻ, ഫിനറ്റോയിൻ്റെ എല്ലാത്തിൻ്റെയും തെറാപ്യൂട്ടിക് ഇൻഡെക്സ് പറയുന്നുണ്ട് mg/L. സോ തെറാപ്യൂട്ടിക് ഇൻഡെക്സ് കാൽക്കുലേറ്റ് ചെയ്യാനുള്ള ഫോമുല ഇവിടെ പറയുന്നുണ്ട്, LD50/ED50. So next is the limitation of preclinical studies. First limitation എന്ന് പറഞ്ഞാൽ it takes so much years for complete these toxicity studies, and it is very time consuming and also expensive. അപ്പം ടൈം കൺസ്യൂമിങ്ങും ആണ് എക്സ്പെൻസീവും ആണ് ഫസ്റ്റ് ലിമിറ്റേഷൻ. രണ്ടാമത്തേതെന്ന് പറഞ്ഞത് ചില അഡ്വേഴ്സ് എഫക്ട്സ് നമുക്ക് ആനിമൽ സ്റ്റഡീസിലുള്ളത് ഹ്യൂമൻസിൽ ആനിമൽ സ്റ്റഡീസിൽ നമുക്ക് ആ ഒരു സൈഡ് എഫക്ട്സ് കാണത്തില്ല, അതേസമയം ഹ്യൂമൻസിൽ ആ സൈഡ് എഫക്ട്സ് ഉണ്ടാകും. സപ്പോസ് ഫോർ എക്സാമ്പിൾ അലർജി, അതുപോലെ തന്നെ ന്യൂറോ സൈക്കോളജിക്കൽ ടോക്സിസിറ്റി. ഞാൻ ആൾറെഡി പറഞ്ഞു, ഈ സൈക്കാട്രി റിലേറ്റഡ് ആയിട്ടുള്ള എന്തെങ്കിലും ഡ്രഗ്സോ അല്ലെങ്കിൽ അത് റിലേറ്റഡ് ആയിട്ടുള്ള എന്തെങ്കിലും ഇഷ്യൂസൊന്നും ആനിമൽസിൽ നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റില്ല. അതുപോലെ തന്നെ ബ്ലഡ് ഡൈസ്ക്രാസിസ്, ബ്ലഡിൻ്റെ ഡിസോർഡേഴ്സ് അങ്ങനെയുള്ളതൊന്നും
ആനിമൽസിൽ ഡിറ്റക്റ്റ് ചെയ്യാൻ കഴിയത്തില്ല. അതുപോലെ തന്നെ ഫാർമക്കോകൈനറ്റിക് പ്രോപ്പർട്ടീസ്, അതായത് ആനിമൽസിലും ഹ്യൂമൻസിലും കുറച്ച് ഡിഫറെൻ്റ് ആയിരിക്കാം. ഫോർ എക്സാമ്പിൾ ഫോർ ദെയർ അബ്സോർപ്ഷൻ, ഡിസ്ട്രിബ്യൂഷൻ, മെറ്റബോളിസം, എക്സ്ക്രീഷൻ, ഇതെല്ലാം കുറേ ഡിഫറെൻ്റ് ആയിരിക്കും. അപ്പം അത്രയും നമുക്കൊരു കറക്റ്റ് റെപ്ലിക്ക ചെയ്യാൻ പറ്റില്ല. ലാർജ് ഡോസ് ഓഫ് ഡ്രഗ്സ് ആർ റിക്വയർഡ് ടു റെഡ്യൂസ് ദ ടോക്സിക് എഫക്റ്റ്. അതുപോലെ തന്നെ ഡ്രഗിൻ്റെ ഡോസ് ടോക്സിസിറ്റി സ്റ്റഡീസിന് ലാർജ് ഡോസ് വേണം അല്ലേ. അപ്പം ആ ഒരു ഡോസ് റിഡ്യൂസ് ചെയ്യാനായിട്ട് നമുക്ക് ആനിമൽ സ്റ്റഡീസിൽ കഴിയാറില്ല. Certain conditions like nausea, vomiting, tinnitus, headache, loss of libido are difficult to determine in animals. അപ്പം ഈ കണ്ടീഷൻസ് ഒന്നും ആനിമൽസിൽ നമുക്ക് കണ്ടുപിടിക്കാൻ ബുദ്ധിമുട്ടായിരിക്കും. They cannot give any information about drugs used in psychological disorders. The number of animals sacrificed for conducting these സ്റ്റഡീസ് ഈസ് ലാർജ്. അപ്പം ഇങ്ങനത്തെ ഈ സ്റ്റഡീസിന് വേണ്ടിയിട്ട് ആനിമൽസിനെ സാക്രിഫൈസ് ചെയ്യുന്ന വളരെ വലിയൊരു ലാർജ് എമൗണ്ട് ആയിരിക്കും, ലാർജ് നമ്പേഴ്സ് ആയിരിക്കും അല്ലേ.